തുളുനാടിന്റെ തെയ്യവും ഭൂതക്കോലവും മലനാടിന്റെ അതിരുകൾ കടന്ന് വടക്കൻ കേരളത്തിലും വേരുറച്ചതാണ്. ഭക്തിയുടെയും ആരാധനയുടെയും ഒപ്പം പ്രകൃതിയും ദൈവങ്ങളും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം കാണിക്കുന്ന കഥയാണ് പഞ്ചുരുളിയുടേത്. വരാഹ രൂപത്തിലുള്ള ഈ ദൈവത്തിന്റെ ഐതിഹ്യം കാടിന്റെയും മണ്ണിന്റെയും കഥ കൂടിയാണ്. കൈലാസ പർവ്വതത്തിൽ പരമശിവന്റെയും പാർവതി ദേവിയുടെയും വാസസ്ഥലത്ത് ഒരു കാട്ടുപന്നി പ്രസവിച്ചു. അധികം വൈകാതെ അമ്മ പന്നി ചത്തുമലച്ചു. അനാഥരായ പന്നിക്കുഞ്ഞുങ്ങളെ കണ്ട പാർവതി ദേവിയുടെ മനസ്സലിഞ്ഞു. ദേവി അവയെ കൈലാസത്തിലേക്ക് കൊണ്ടുപോയി സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച് വളർത്തി. അങ്ങനെ ആ പന്നിക്കുട്ടികളിൽ ഒന്ന് സർവ്വ സൗന്ദര്യത്തോടും പാർവതി ദേവിയുടെ വാത്സല്യത്തോടും വളർന്നു വന്നു. പക്ഷെ വളർന്നു വലുതായ ആ പന്നിക്ക് ഒരു ദുശീലമുണ്ടായിരുന്നു. പുതിയതായി മുളച്ചുവരുന്ന പല്ലുകളുടെ ചൊറിച്ചിൽ കാരണം കൈലാസത്തിലെ നന്ദനവനത്തിലെ പൂന്തോട്ടവും വിളകളും അവൻ നശിപ്പിക്കാൻ തുടങ്ങി. അവന്റെ കുസൃതികൾ അതിരുവിട്ടപ്പോൾ ദൈവലോകത്ത് അത് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു. ഇത് കണ്ട് കോപിഷ്ഠനായ പരമശിവൻ പന്നിയെ വധിക്കാൻ തീരുമാനിച്ചു. എന്നാൽ തന്റെ മകനെ പോലെ വളർത്തിയ പന്നിയെ കൊല്ലരുതെന്ന് പാർവതി ദേവി ശിവനോട് അപേക്ഷിച്ചു. പാർവതിയുടെ സങ്കടം കണ്ട ശിവൻ പന്നിയെ കൊല്ലുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു. പക്ഷെ അവന്റെ കുസൃതികൾക്ക് ഒരു അറുതി വരുത്താൻ ശിവൻ പന്നിയെ ഭൂമിയിലേക്ക് അയച്ചു. അങ്ങനെ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ആ പന്നിക്കുഞ്ഞ് പിന്നീട് പഞ്ചുരുളി എന്ന ദൈവമായി മാറി. ഭൂമിയിൽ കാടിന്റെയും മണ്ണിന്റെയും സംരക്ഷകനായി ജനങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകാൻ അവൻ വാഴാൻ തുടങ്ങി. വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളിൽ നിന്ന് കൃഷിക്കാരെ സംരക്ഷിക്കാനും ദുഷ്ടശക്തികളെ ഇല്ലാതാക്കാനും പഞ്ചുരുളി സഹായിച്ചു. വടക്കൻ തുളുനാട്ടിൽ നിന്ന് മലയിറങ്ങിയ പഞ്ചുരുളിക്ക് പടുവം കടവിൽ കുളൂർ ഭഗവതി ദേശവാഴ്ച നൽകിയെന്നും ഐതിഹ്യമുണ്ട്. ഭക്തരോട് ശാന്തമായും അനീതി ചെയ്യുന്നവരോട് രൗദ്രഭാവത്തിലും ഈ ദൈവം പെരുമാറുന്നു. ഇന്ന് ഭൂതക്കോലങ്ങളിൽ കൂടി ഈ ഐതിഹ്യം തലമുറകളായി കൊട്ടിയാടി ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നു. നൃത്തത്തിന്റെ താളത്തിൽ വന്യമായ രൗദ്രഭാവത്തോടെ പഞ്ചുരുളി പകർന്നാടുന്നു. ദേവരും ഞാനേ ദൈവവും ഞാനേ എന്ന് കൽപ്പിച്ച് പഞ്ചുരുളി ഭക്തർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നു. ഒടുവിൽ ശാന്തഭാവത്തിൽ ഭക്തരുടെ ദുരിതങ്ങൾ കേട്ട് പ്രതിവിധികൾ നൽകി ദൈവം മടങ്ങുന്നു. പഞ്ചുരുളിയുടെ ഈ കഥ പ്രകൃതിയെയും കാടിനെയും ആദരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം സ്നേഹത്തിൽ നിന്ന് പോലും രൗദ്രമായ ശക്തികൾ ഉണ്ടാകാമെന്ന പാഠവും നൽകുന്നു.